അധ്യാപകരെ, ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുക. നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് കാര്യം നിങ്ങളിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് ഏതെങ്കിലും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് സ്ഥിരമായി ആ ലൈബ്രറിയിൽ പോയി പത്രങ്ങൾ വായിക്കുകയും പുസ്തകങ്ങൾ എടുക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്? കൈവയ്ക്കുകയും. ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്ന എത്ര പേരുണ്ട് ഈ ലൈബ്രറിയിൽ പോയിട്ട്? ഒരു വർഷം 50 പുസ്തകത്തിലേറെ വായിക്കുന്ന എത്ര പേരുണ്ട് ലൈബ്രറിയിൽ? 10 പേര് കൂടുതലുണ്ട്. വായിച്ച് എന്തെങ്കിലും എഴുതി തുടങ്ങി എത്ര പേരുണ്ട് ഇതിനകത്ത്? വായനക്കാരെക്കാളും കൂടുതൽ എഴുത്തുകാരുണ്ട്. ശരിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻ നടത്തിയ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരാൾ കൈവക്കില്ലോ. അത് എന്താണെന്ന് പറയൂ. പബ്ലിഷ് ചെയ്ത എന്താണ്? കവിത. വെരി ഗുഡ്. ഓക്കെ. നിങ്ങൾ എല്ലാവരും ഒരു വർഷം 10 പുസ്തകത്തിലേറെ പഠിക്കുന്നുണ്ട്. ശരിയില്ല? നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ എന്നെ എടുത്തു കഴിഞ്ഞാൽ 10 കൊല്ലം പഠിക്കുന്നില്ലേ? പക്ഷെ ഇത് നിങ്ങളൊക്കെ ഇവിടെ എന്തിനാ വരുന്നത് ആ പുസ്തകവുമായിട്ട്? ചേട്ടാ, 50 പുസ്തകങ്ങൾ പുറത്ത് വായിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ എന്തിനാ ഈ 10 പുസ്തകം പഠിക്കാനായിട്ട് ഈ സ്കൂളിലേക്ക് വരുന്നത്? അപ്പൊ നിങ്ങൾ ഇപ്പോഴും ബേബീസ് ആണ്, അതായത് സ്പൂൺ ഫീഡിങ് ആണ്. കാര്യം ക്ലാസ്സിൽ അധ്യാപകർ വന്നിട്ട് പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ കൂടുതൽ കിട്ടുന്നത്? അതിപ്പോ പുസ്തകത്തിൽ അറിയാം. അത് നിങ്ങൾ പുസ്തകം വായിക്കാൻ കിട്ടുന്നില്ല. അധ്യാപകർ പറഞ്ഞു തരാറുണ്ടോ? അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഫ്രണ്ട്ഷിപ്പ്. നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എത്ര പേര് ഞാൻ നാളെ ഈ തൊഴിൽ ആണ് എന്റെ ലക്ഷ്യം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പേരുണ്ട്? എന്റെ തീരുമാനം ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ. ഇതായി തീരണമെന്ന് സ്വയം തീരുമാനിച്ചവർ എത്രയുണ്ട്? ഓക്കെ, പകുതി പേര് സ്വയം തീരുമാനിച്ചതാണ്. ഓക്കെ. ആ തീരുമാനത്തിന് വേണ്ടി എല്ലാ ദിവസവും 1 മണിക്കൂർ, അതായത് നമുക്ക് 24 മണിക്കൂറുണ്ട്. നിങ്ങൾ ഇവിടുത്തെ പുസ്തകങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എത്രയാണ്? സ്കൂളിൽ 5 മണിക്കൂർ, 6 മണിക്കൂർ അല്ലേ? 6 മണിക്കൂർ. പിന്നെ ഹോംവർക്ക് അല്ല, അവിടെ 8 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം ചിലവഴിച്ചാൽ മതി. ബാക്കി കിടക്കുന്നത് നിങ്ങൾക്ക് 16 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ ഉറക്കവും എക്സസൈസ് ഒക്കെ പോയി. പിന്നെ 8 മണിക്കൂറുണ്ട്. ഞാൻ അതിനകത്ത് 1 മണിക്കൂർ നിങ്ങൾ നാളെ ആരാവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞവര് അതിനു വേണ്ടിയുള്ള നോളജ് ബിൽഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ചുമ്മാ അല്ല, നിങ്ങളുടെ സ്കൂള് മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. നന്നായി. അതിന് ആക്ച്വലി ഇവിടുത്തെ അധ്യാപകർക്ക് പറഞ്ഞിട്ട് ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ നിങ്ങളുടെ മുന്നിൽ പോയവരുടെ വഴി നോക്കിയാണ് നിങ്ങൾ വരുന്നത്. ഇക്കൂട്ടത്തില് ഈ സ്കൂളിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉണ്ട് സ്കൂളിലെ. കാര്യം സഞ്ജു സാംസനെ വളർത്തിയ സ്കൂളാണ്. അവിടെ ആരും കൈവക്കുന്നത് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. ഓക്കെ. ഈ വർഷത്തെ സെലക്ട് ചെയ്തില്ല. കഴിഞ്ഞ വർഷം ക്യാപ്റ്റൻ ആയിരിക്കുന്നുണ്ട് ഇവിടെ. 10 കഴിഞ്ഞ് പോയി. ഓക്കെ. ഞാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുണ്ടെന്ന ആത്മവിശ്വാസമുള്ള ആരും കണ്ടോ? എന്ത് ക്യാപ്റ്റന്മാരെ അച്ഛൻ നല്ല ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കുട്ടികളിൽ വേണ്ടത്. കാര്യം നമ്മൾ ഈ സ്കൂളിൽ വരുന്നതും ഈ പഠിക്കുന്നതും ഒക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നാളെ നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിൽശാലയുടെ ഭാഗമാകണം. അത് ഒരുപക്ഷെ നമ്മൾ നടത്തുന്ന സ്ഥാപനമായിരിക്കും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. കാര്യം നമുക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ വേണ്ടേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ എത്തിച്ചേർന്നേ പറ്റും. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഈ സമയം നമ്മുടെ വാല്യൂ ടൈമാണ്. നമ്മൾ ഈ തൊഴിൽ കിട്ടുന്നതിന് മുമ്പ് ഏതാണ്ട് 50,000 മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ പഠനം. പക്ഷേ ഈ പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ A+B ഹോൾസ്കെയർ പഠിച്ച എത്ര പേര് കൂടെ അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയാവുന്ന എത്ര പേര്? ഒരാളെ ഞാൻ A+B ഹോൾസ്കെയറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു
അതൊന്ന് പറയും. അതാണ് ആപ്ലിക്കേഷൻ. അത് എവിടെയാ ഉപയോഗിക്കുന്നത്? ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ? ജീവിതത്തിൽ മാത്സിലല്ല, ജീവിതത്തിൽ എഫക്ട് ഓർക്കാൻ നിങ്ങൾ പഠിച്ചു കാണാൻ പറ്റും. എവിടെ അപ്ലൈ ചെയ്യുന്നത്? അതുകൊണ്ട് അല്ല, ഇതാ പ്രശ്നം. നമ്മളെല്ലാം പഠിക്കും, സയൻസിന്റെയും കോസിന്റെയും ഒക്കെ പഠിക്കും. പക്ഷെ ജീവിതത്തിൽ എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇത്രയും സ്മാർട്ട് കുട്ടികളല്ലേ, ഞാൻ പല സ്കൂളിലും പോയിട്ടുണ്ട്. ഇത്രയും സ്മാർട്ടായിട്ട് കൈകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കൊരു പരീക്ഷണശാലയാക്കാം. ഇനി മുതൽ ടീച്ചേഴ്സ് എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ അവസാനം ഒരു വിളിക്കാൻ എണീറ്റെന്ന് ചോദിക്കും, ടീച്ചർ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം ടീച്ചർ ദേഷ്യം വരും, കാര്യം ടീച്ചറും പ്രിപ്പയർഡ് ആയിരിക്കില്ല, മനസ്സിലായി. പക്ഷേ അടുത്ത ദിവസം ടീച്ചറും പ്രിപ്പയർ ആയിട്ട് വരും. എന്ത് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അറിഞ്ഞിട്ട് വേണം വരാനായിട്ട്. അതേസമയം ഈ വായനാശീലം ഉള്ള ആൾക്കാർ ഈ സ്കൂളിൽ ഇതൊന്നും പഠിപ്പിച്ചില്ലേ, സ്വയം പലതിൻ്റെ ഉത്തരം സ്വയം കണ്ടെത്താൻ പറ്റും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ ഇരിക്കുന്നത്. സിസ്റ്റർ എന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലൊരു പുസ്തകശാല, ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ എന്നെ വളരെ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ എന്നെ അവിടെ ലൈബ്രറി കൊണ്ടുപോയിരുന്നു സിസ്റ്ററിൻ്റെ കൂടെ. അങ്ങനെ അവിടുത്തെ ചെറിയ കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങി ഞാനൊക്കെ 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു വർഷം 100 പുസ്തകത്തോളം, അതായത് സ്കൂളിൽ പഠിക്കുന്ന പുസ്തകമല്ല, അതുകൂടാതെ ഒരു 100 പുസ്തകം, അതായത് എവറി വീക്ക് ഒരു 2 പുസ്തകമെങ്കിലും ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചു തീർത്തിരിക്കും. അപ്പം അതിലൂടെ ആ വായന നടത്തുന്നതിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ നന്നാവും, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ ലൈബ്രറിയിൽ 100 കണക്കിന് പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ് നമ്മൾ പോയി സെലക്ട് ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്ത പുസ്തകം നമ്മൾ എടുക്കില്ല. അപ്പോൾ നമുക്കത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം പോലെയാണ് ഈ വായനാശീലമുള്ള പുസ്തകം കഴിക്കുന്നത്. ഞാൻ പുസ്തകത്തിന് വേണ്ടി 5 കിലോമീറ്റർ സൈക്കിളൊക്കെ അത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് കഴിഞ്ഞ് ആ പുസ്തകത്തിലൂടെ, ആ അറിവിലൂടെ, നമ്മുടെ ഭാഷ നന്നാവുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ചെറുപ്പകാലത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത വായനാശീലമാണ്. ആ വായനാശീലം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് എന്താണ്, പുസ്തകം നമ്മുടെ പാഠപുസ്തകത്തിൽ മാത്രം പഠിച്ചാൽ നിങ്ങൾ കാണാതെ കുറച്ച് പഠിച്ച് ഇതുപോലെ A+B ഹോസ്പിറ്റലിൻ്റെ ഉത്തരം പറയും, പക്ഷേ ആപ്ലിക്കേഷൻ അറിയണ്ട. പരീക്ഷയ്ക്ക് അവസാനമായിട്ട് നിങ്ങൾക്ക് നല്ല അക്കാഡമിക് സ്കോർ കിട്ടും. അത് വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടും. കാര്യം ഇന്നത്തെ രീതിയിൽ തൊഴിൽശാലകളിലേക്ക് മാർക്ക് നോക്കിയാണ് ആദ്യം ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുന്നത്. പക്ഷെ അതൊക്കെ മാറുകയാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് ലോകത്തിലെ തൊഴിൽ സംസ്കാരം തന്നെ മാറുകയാണ്. ഇന്നത്തെ 80% തൊഴിലുകളും നാളെ ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച് തൊഴിൽ നേടാൻ പോകുന്ന സമയത്ത് 80% ഇന്നുള്ള തൊഴിലുകളും ഇല്ലാതാവും. പുതിയ പുതിയ മേഖലകൾ വേണം. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഓരോ ദിവസവും മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണം. അത് പത്രം വായിക്കണം. പത്രത്തിലൂടെ, ഈ പത്രത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട്, ഇപ്പം രാഷ്ട്രീയം ഉണ്ടാവും, സ്പോർട്സ് ഉണ്ടാവും, കല, സാംസ്കാരികം എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളെപ്പോ വളരെ സീനിയറായിട്ടുള്ള നല്ല വായനക്കാർ, ഇതിൽ കഴിവുള്ളവർ അത് ഫിൽട്ടർ ചെയ്ത് അവരൊരു കോമ്പാക്റ്റ് ആയിട്ടൊരു പത്രത്തിലൂടെയാണ് നിങ്ങളിലേക്ക് തരുന്നത്. അപ്പം നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ട, ഏതൊക്കെയാണ് ഏറ്റവും നല്ല വാർത്തകളെന്ന് അറിയാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ട. അവർ തന്നെ, നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുള്ള പത്രക്കാർ തന്നെ അത് ക്രിസ്പി രൂപത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതാണ് പത്രം വായിക്കുമ്പോഴുള്ള ഒരു ഗുണം. പക്ഷേ പത്രങ്ങൾക്കും അതിൻ്റെതായ ചില കാഴ്ചപ്പാടുണ്ട്. അവർ അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലുള്ള ലൈബ്രറികളിൽ പോയിട്ട് നിങ്ങൾ വായിക്കുന്നത് തന്നെ മാത്രമാണോ, അതിന് മറ്റൊരു മുഖമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് മറ്റു പത്രങ്ങൾ നിങ്ങൾ റെഫർ ചെയ്തിട്ട് നിങ്ങൾ അവസാനം തീരുമാനിക്കുക, എൻ്റെ വഴി ഇതാണ് എന്ന് തീരുമാനിക്കുക. പക്ഷേ ആ ഒരു രീതിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഒരു പത്രത്തിൽ നിന്ന് തുടങ്ങണം. അതിനുവേണ്ടിയുള്ള ഒരു തുടക്കമാണ് നമ്മളിവിടെ കുറിക്കുന്നത്. ഇന്ന് ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും കൈവക്കി എത്ര പേരുണ്ട്? ഓക്കെ, ഈ കൈവക്കി ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് തരണം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കാര്യം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നോക്കിയിട്ട് ഞങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഗിഫ്റ്റ് അയച്ചു തരും. കാര്യം അതൊരു തുടക്കമാണ്. മറ്റുള്ളവർക്ക് വഴി കണ്ടു. അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ വായനയിലൂടെ നമുക്ക് നല്ല നോളജ് കിട്ടും എന്ന് കരുതി നമ്മൾ നല്ലൊരു വ്യക്തിയാവുക. കാര്യം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോളജ് മാത്രം പോരാ, നിങ്ങൾ നല്ല ഒരു വ്യക്തി കൂടിയാവണം. സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാവണമെങ്കിൽ നിങ്ങൾ ആദ്യം എവിടെ നല്ലൊരു വ്യക്തിയാവണം?
നിങ്ങളുടെ സ്കൂളിൽ നല്ലൊരു വ്യക്തിയാവണം, നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു വ്യക്തിയാവണം. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് വന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയ എത്ര പേരുണ്ട്? വെരി ഗുഡ്. നിങ്ങൾ സ്വയം ചോദിക്കണം, ഞാൻ നല്ലൊരു വ്യക്തിയാണോ എന്ന് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല വ്യക്തിയാവാൻ പറ്റില്ല. ആദ്യം അത് പഠിക്കുക. കാര്യം, നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് ദൈവത്തിലോ വിശ്വസിച്ചാലും നിങ്ങളുടെ മുന്നിലെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരുമാണ്. ഇവരുടെ ബ്ലഡാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ചിലവും വഹിക്കുന്ന ആരാണ്? മാതാപിതാക്കളാണ്. നിങ്ങൾക്ക് അന്നം തരുന്നതാണ് മാതാപിതാക്കളാണ്. നിങ്ങൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നോക്കുന്നവരാണ് മാതാപിതാക്കളാണ്. നിങ്ങളൊക്കെ വിചാരിക്കും ഇപ്പൊ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സുഹൃത്താണ് ഏറ്റവും വലുതെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ നിങ്ങളുടെ ഒരു അസുഖം വന്ന് നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണമെങ്കിൽ ഈ സുഹൃത്ത് വിചാരിച്ച് നടക്കുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഒരു കിഡ്നി പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആദ്യം വന്നിട്ട് ആ കിഡ്നി തരുന്ന ആരായിരിക്കും? അച്ഛനും അമ്മയല്ലേ. എന്തുകൊണ്ടാണ്? അവര് നിങ്ങൾക്ക് ദൈവതുല്യരായതുകൊണ്ടാണ്. ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ? ആ ദൈവത്തിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാതെ നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇന്ന് കൈ പൊക്കാത്തവര് ഇന്ന് ഇവിടുന്ന് പോകുമ്പം പഠിക്കേണ്ട ആദ്യത്തെ അല്ലെങ്കിൽ നാളെ തൊട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്താണ്? സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വരും. എന്തെങ്കിലും നഷ്ടമുണ്ടോ? ടാക്സ് കൊടുക്കണം, ഉണ്ടല്ലോ. അച്ഛനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉറങ്ങുന്നതിന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അച്ഛനുണ്ടാവുന്ന സന്തോഷം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരു ചെലവും ഇല്ലാത്ത നല്ല ഫ്ലവേഴ്സ് ഒക്കെ കിട്ടത്തില്ലേ, ഈ ചെടികളൊക്കെ? അതിൽ നിന്ന് കുറച്ച് ചെടി എടുത്തിട്ട് ഒരു ബൊക്കെ പോലെ ആക്കിയിട്ട് ഈ അച്ഛനും കാരണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം വരത്തില്ലേ? നിങ്ങൾ കൊടുക്കുന്ന ഒരു പൂവിന് പോലും അത്രയും വാല്യൂ ഉണ്ട് അച്ഛനും അമ്മയ്ക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് നിങ്ങൾ തുടങ്ങേണ്ടത്. വീട്ടിൽ നല്ലൊരു കുട്ടിയാവുക, പിന്നെ സ്കൂളിൽ നല്ലൊരു കുട്ടിയാവുക, പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുക. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തികൾക്ക് വേണ്ടത്. ഇതൊന്നും ഇല്ലാതെ, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ, പാഠപുസ്തകത്തിലെ കുറെ കാര്യങ്ങൾ കാണാതെ പിടിച്ച്, ഈ A+B² കാണാതെ പിടിച്ചിട്ട് ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയാവാതെ നിങ്ങൾ ഏത് തൊഴിലിൽ പോയാലും നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. നല്ല മനുഷ്യത്വം ആദ്യം വരണം നമ്മുടെ ഉള്ളിൽ. മറ്റൊരാളെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് വരണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ നിന്ന് തന്നയച്ച ഫുഡ് ഒരു 4 ഇഡ്ഡലി എന്തെങ്കിലും പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നു, നിങ്ങൾക്ക് 2 മതി. നിങ്ങൾ ബാക്കി 2 എടുത്ത് കളയോ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുമോ? അടുത്ത് കൊടുക്കത്തില്ലേ? അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾ സൗഹൃദങ്ങളിലൂടെ പഠിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഒരു സുഹൃത്തിന് കൊടുക്കുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ സ്കൂളിൽ നിന്ന് ആക്ച്വലി നിങ്ങൾ വായനാശീലമുള്ളവർക്ക് ഈ സ്കൂളിൽ വന്നില്ലെങ്കിലും അവർ ഒരുപക്ഷെ അത് മാനേജ് ചെയ്യും. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തരുന്ന ഈ നോളജിനേക്കാൾ ഏറെ നിങ്ങൾ പഠിക്കേണ്ടത് സൗഹൃദങ്ങളിൽ നിന്നും, നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇത് ക്യാപ്റ്റൻ രാകേഷ് ലാൽ, എൻ്റെ കൂടെ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച വ്യക്തിയാണ്. 39 വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അദ്ദേഹം നേവിയിലെ ക്യാപ്റ്റനായിരുന്നു. കഴിഞ്ഞ 31-ാം തീയതി അദ്ദേഹം റിട്ടയർ ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ യാത്രയിലും എനിക്ക് പോകുമ്പോൾ എനിക്ക് 39 വർഷത്തിന് മുമ്പ് നഷ്ടപ്പെട്ടതല്ല, അകന്നുപോയ ഒരു സുഹൃത്തിനെ വീണ്ടും തിരിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ആയിരിക്കണം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടത്. പക്ഷേ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ സുഹൃത്തുക്കൾ കണ്ണാടി പോലെയാണ്. നിങ്ങളുടെ കുഴപ്പങ്ങളെ പറഞ്ഞു തരുന്ന ഒരു സുഹൃത്തായിരിക്കണം. നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തായിരിക്കണം. ആ സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നോട്ടായിരിക്കണം പോകേണ്ടത്, പുറകിലേക്ക് പോകുന്ന ഒരു സുഹൃത്തായിരിക്കരുത്. അപ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. അതോടൊപ്പം വേണ്ടത്, ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് മെന്റേഴ്സ് ഉള്ളത് എത്ര പേരുണ്ട്? സ്വന്തമായിട്ടൊരു മെന്റർ, അതായത് നിങ്ങളെ വഴികാട്ടുന്ന, ജീവിതത്തിൽ വഴികാട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പൊ ആരും ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ മെന്ററാക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ടീച്ചറെ മെന്ററാക്കാം. അതാണ് ആദ്യം മെന്റർഷിപ്പ് തുടങ്ങേണ്ടത്. കൈതത്തിക. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്
നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അവിടുന്നാണ് നിങ്ങൾ ഓരോ ഇത് ഒരു ഏണിയുടെ പടി കയറി പോകുന്ന പോലെയാണ് നമ്മൾ മേലേക്ക് പോകേണ്ടത്. ആ പടി കയറുമ്പോൾ നമ്മൾ വീഴാതെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു മെന്റർ എപ്പോഴും ഉണ്ടാവുന്നത് നന്നാണ്. അത് ഒരു നല്ല സുഹൃത്തായിരിക്കും അവർ. പക്ഷേ അപ്പം മനസ്സിൽ എപ്പോഴും കുറിക്കുക, നിങ്ങളുടെ ടു ഡു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് എ മെന്റർ എന്നുള്ള ഒരു കാര്യം കൂടി കുറിച്ചു വയ്ക്കുക. ഞാൻ ഇതുപോലൊരു ഈ പത്രം വായന പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അഗളി എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ട്, അട്ടപ്പാടി. ഒരു സ്കൂളേ ഉള്ളൂ, ഒരു ട്രൈബൽ സ്കൂളാണ്. നിങ്ങളെപ്പോലെ 2400 കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള സൗകര്യമുള്ള മേഖലയല്ല ഈ അട്ടപ്പാടി. ഏറ്റവും ബാക്ക്വേർഡ് ഒരു റീജിയനാണ്. ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു മേഖലയിൽ വനത്തിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നു. അതായത് 40 കിലോമീറ്റർ റേഡിയസിൽ ഒരു സ്കൂള്. ആ കുട്ടികളിലെ പകുതി പേര് 1200ഓളം കുട്ടികൾ ജീവിതത്തിൽ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യമുള്ളതാണ്. ഇവിടെ ഏരീസ് ഫ്ലെക്സ് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് ഒരു സിനിമയെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി കാണാനുള്ള സൗകര്യമില്ല, അതിനുള്ള പണമില്ല, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്കൂളിൽ ചെന്ന് ഇതുപോലെ അവരെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എത്ര പുറകിലാണ് അവരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഒരു ചെയ്തത്. ഏരീസ് ഫ്ലെക്സിലെ തിയേറ്റർ പോലൊരു തിയേറ്റർ ക്ലാസ് റൂം 2 ആഴ്ച കൊണ്ട് അവിടെ ചെയ്തു. എന്നിട്ട് ഒരു ഫിലിം ക്ലബ്ബ് ഞങ്ങൾ അവിടെ തുടങ്ങി. നല്ല സിനിമയോട് താല്പര്യമുള്ള, അവരെ പലരും സിനിമ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ സിനിമയോട് താല്പര്യമുണ്ട്. അപ്പോൾ ഫിലിം ക്ലബ്ബിൽ താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞു. അവർ വന്നു. അവരെ വെച്ചിട്ട് ഒരു ക്ലബ്ബ് തുടങ്ങി. അവർക്ക് 2 ദിവസം ട്രെയിനിങ് കൊടുത്തു, എങ്ങനെ ഈ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അതായത് വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ടീച്ചേഴ്സിന്റെ മൊബൈൽ ഉപയോഗിച്ചിട്ട് അവർ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് അതിനകത്ത് ഇപ്പം ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഗൂഗിൾ ചെയ്തിട്ട് അതിലെ വീഡിയോസ് കണക്ട് ചെയ്ത് എങ്ങനെ എഡിറ്റ് ചെയ്തൊരു കണ്ടന്റ് ആക്കാം. ഇങ്ങനെ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ താല്പര്യം കൂടി. ഒരു മാസത്തിനുള്ളിൽ അവിടെ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടത്തിയിട്ട് 12 ഷോർട്ട് ഫിലിമാണ് അവർ ചെയ്തത്. ഇവിടെ എത്ര ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടക്കാറുണ്ട് ഇവിടെ ഈ സ്കൂളിൽ? തീർച്ചയായിട്ടും ചെയ്യണം. അത് ഞങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഞങ്ങൾ അറിയിക്കുക, അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം, ട്രെയിനിങ് ഒക്കെ തരാം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് 12 ഷോർട്ട് ഫിലിംസാണ് വന്നത്. നാളെ ഈ ഷോർട്ട് ഫിലിംസിൽ പങ്കെടുത്ത പലരും നാളെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് മെല്ലെ മെല്ലെ വന്നിരിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് അവിടെ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ആ ക്ലബിനെ ഉപയോഗിച്ചിട്ട് ഞാൻ ദുബൈയിൽ ഇരുന്ന് ക്ലാസ് എടുക്കും ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി. അവിടുന്ന് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ 69 കമ്പനികളോളം ഏരിയസ് ഗ്രൂപ്പിന്റെ കീഴിൽ നിന്നുണ്ട്. ഈ 69 കമ്പനികളിലേക്ക് ആവശ്യമുള്ളവരെ നാളെ ഈ സ്കൂളിൽ നിന്ന് കുറെ പേരെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഓൾറെഡി 10 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ട പഠനം കൊടുക്കുമ്പം ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ അവർ പഠിക്കുമ്പോൾ അവർക്ക് പണവും കിട്ടും. ആക്ച്വലി 1 മണിക്കൂർ ഒരു ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ അതിനൊരു പോക്കറ്റ് മണിയും കൊടുക്കും. നിങ്ങളൊക്കെ പലപ്പോഴും ഭാവിയിൽ പണം കൊടുത്ത് പഠിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾ അതിനെ തിരിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടുന്ന രീതിയിലേക്ക് വരും. കാര്യം ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ സ്കൂൾ വെച്ച് തന്നെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ചെയ്യുന്നത്. നിങ്ങൾ ഈ പഠനം കഴിഞ്ഞിട്ട് ട്യൂഷന് പോകുന്ന സമയത്ത് ഇതുപോലെ ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ വഴി കംപ്ലീറ്റ്ലി മാറും. ഇന്ന് ആ സ്കൂളിൽ യു വോണ്ട് ബിലീവ്, ഞങ്ങളുടെ ലക്ഷ്യം 5 വർഷത്തിൽ ആ സ്കൂളിനെ ഇന്ത്യയിലെ നമ്പർ 1 സ്കൂളാക്കുക എന്നുള്ളതാണ്. ഒരു ട്രൈബൽ സ്കൂളിനെ അവരതിനകത്ത് ഒരുപാട് അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. എത്രയോ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അവരെ ഫേസ് ചെയ്യുന്നു, അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നു, അവർ ഫിലിം ഫെസ്റ്റിവൽസ് നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്കൂൾ ബേസ്ഡ് റഗ്ബി ക്ലബ്ബ്, ബേസ്ബോൾ ക്ലബ്ബൊക്കെ ഉള്ളത് ആ സ്കൂളിലാണ്. അവർക്ക് ഗ്രൗണ്ട് പോലും ഇല്ല. അവർക്ക് കൊടുത്തേക്കുന്ന അസൈൻമെന്റ്, നിങ്ങൾ ഈ വർഷം 25 സ്പോർട്സിനെ കുറിച്ച് പഠിക്കണം. അതിന് പഠിക്കാൻ 1 മണിക്കൂർ മതി ഒരു സ്പോർട്സ് പഠിക്കാൻ. യൂട്യൂബിലെ 2-3 വീഡിയോസ്, അതിന്റെ റൂൾസ് ഉള്ള വീഡിയോസ് 5 മിനിറ്റിന്റെ 10 മിനിറ്റ് എടുത്തിട്ട് ഈ ഫിലിം ക്ലബ്ബ് അവരുടെ തിയേറ്ററിൽ പ്ലേ ചെയ്യുകയാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്റെ റൂൾസ് പഠിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ടെലിവിഷൻ ചാനലിൽ പറയും ഇന്ന ചാനലിനകത്ത് ഇത് ഈ ഗെയിം ഉണ്ടെന്ന്. ആ ഗെയിം അവർ കുറച്ച് ദിവസം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് താല്പര്യം വരും. പിന്നീട് കൊടുക്കുന്ന ക്ലാസ്സിനകത്ത് ഏതൊക്കെ ക്ലബ്സ് ആണ് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് താരങ്ങൾ, സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിലുള്ളത് പോലെ ഓരോ ഗെയിമിലും താരങ്ങളുണ്ട്, അവരാരൊക്കെയാണ്. ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ ഈ 25 ഗെയിം ഇവർ കണ്ടു കഴിയുമ്പോൾ അവർക്ക് 2-3 ഗെയിമിലേക്ക് താല്പര്യം വരും. ചിലപ്പോൾ ചുരുങ്ങി ഒറ്റ ഗെയിമിലേക്ക് വരും. പക്ഷെ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇന്ന ഗെയിമിൽ എനിക്ക് നല്ല പാഷനുണ്ട്. അത് ചിലപ്പം ഗോൾഫ് ആയിരിക്കാം, പോളോ ആയിരിക്കാം, പല ഗെയിമിലേക്ക് താല്പര്യം വരും. ആ സമയത്ത് അവർ തിരിച്ചറിയും. ഇപ്പോൾ ഇന്ന് അഗളി സ്കൂളിലെ കുട്ടികൾക്കറിയാം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്ന 22 പ്ലേയേഴ്സ് ഉണ്ട്. 2 ടീമിലുള്ള 22 പ്ലേയേഴ്സ് മാത്രം ആവാനല്ല ശ്രമിക്കേണ്ടത്. ആ
മത്സരം നടക്കുമ്പോൾ ഇപ്പൊ IPL നടക്കുന്ന സമയത്ത് IPL കാണുന്നവരില്ല നിങ്ങളെല്ലാം ക്രിക്കറ്റ് എല്ലാവരും IPL നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ എത്ര പേരുണ്ട്? 22 പേരല്ലേ ഉള്ളൂ രണ്ടേ ടീമില്. പക്ഷേ 20,000 പേര് ഗ്രൗണ്ടിന് പുറത്ത് തൊഴിലെടുക്കുന്നുണ്ട് ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട്. ആ മത്സരം ടെലികാസ്റ്റ് ചെയ്യാൻ, ആ ഗ്രൗണ്ട് റെഡിയാക്കാനായിട്ട്, അവരുടെ ടീമിന്റെ സപ്പോർട്ടിന് വേണ്ടി, അതിന്റെ മീഡിയ കവറേജിന് വേണ്ടി, അങ്ങനെ നിരവധി തൊഴിലവസരങ്ങൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ഇങ്ങനെയാണ് ഈ 25 സ്പോർട്സ് ഐറ്റത്തിലും എന്റെ പിന്നിലും ആയിരക്കണക്കിന് തൊഴിലവസരമുണ്ട്. ഇതൊന്നും നിങ്ങളിപ്പോൾ അറിയുന്നില്ല. നിങ്ങൾ നാളെ യാദൃശികമായിട്ട് ചെന്നാണ് ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ ചെല്ലുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ വൈകിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഞാൻ ഇന്ന പാഠം പഠിക്കണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങളുടെ നാളെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭാവിയെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. 100% ആയില്ലെങ്കിലും ഒരുപക്ഷെ 90% നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ തൊഴിൽ എന്താണെന്നുള്ളത് ഒരു 12 വയസ്സ് തൊട്ട് ഈ കരിയർ ഡിസൈൻ പ്രോസസ്സ് തുടങ്ങണം. ഞങ്ങളിപ്പോൾ അഗളി സ്കൂളിൽ അങ്ങനെയാണ്. തുടങ്ങിയിട്ട് ഒരു 12ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവർ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും ഏത് ഇൻഡസ്ട്രിയിൽ ചെല്ലണം. അതിനകത്ത് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇത് അഗളി സ്കൂളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റണ്ടല്ലേ? അപ്പം നമ്മൾ എന്താ തുടങ്ങാൻ പോകുന്നത്? കരിയർ ഡിസൈൻ ക്ലബ്ബ് നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. എന്നിട്ട് അതിന്റെ കീഴിൽ നിരവധി ക്ലബ്ബുകൾ വരും. സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ കയറി നമ്മൾ കബഡി കളി, ക്രിക്കറ്റ് കളി, ഫുട്ബോളൊന്നും അല്ല നമുക്ക്. അത് നമ്മൾ ഡിജിറ്റലായിട്ടുള്ള ഒരു ഈ ഫിലിം ക്ലബ്ബ് വഴി നമ്മൾ പല ഗെയിംസിനെ കുറിച്ച് പഠിക്കും. കാര്യം സ്കൂളിൽ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വീട്ടിൽ പോയാൽ നിങ്ങൾ എല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ അന്നേരം എടുക്കത്തില്ല. ദയവ് ചെയ്ത് ആദ്യം മനസ്സിലാക്കുക, മൊബൈലിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം നിങ്ങൾ പ്രൊജക്റ്റഡ് വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിഫ്ലക്ഷനാണ്. ആ ഒരു ഇമേജ് അവിടെ പോയി റിഫ്ലക്ട് ചെയ്ത് വരുന്നതാണ്. അത് നിങ്ങളുടെ റെറ്റിനെ അത്ര നശിപ്പിക്കില്ല. അപ്പം ഈ മൊബൈലിൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാതെ സ്ക്രീനിൽ നോക്കി പഠിക്കാൻ മനസ്സിലാക്കുക. നിങ്ങൾ കണ്ണട വെക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ. അല്ലെങ്കിൽ കുറച്ച് നാൾ സ്ഥിരമായി ഈ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണടയിലേക്ക് പോകേണ്ടി വരും. ഈ TV-യിൽ നോക്കിക്കൊണ്ടിരുന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളുടെ ഫിലിം ക്ലബിന്റെ ലക്ഷ്യം തന്നെ സിനിമ വലിയ ഫോർമാറ്റിൽ കാണണം. ഒരു സിനിമ നിർമ്മിക്കുന്നത് മൊബൈലിലോ TV-യിലോ കാണാനുള്ളതല്ല. ഇത് അഗളി സ്കൂളിലെ ഓരോ കുട്ടിക്കും ഇന്ന് അറിയാം. അവർക്ക് 4Kയും 2K ആയിട്ടുള്ള വ്യത്യാസം അറിയാം. 5.1 അറ്റ്മോസ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്ന് ഇന്നവർക്കറിയാം. സിനിമയെ ഏത് ലെവലിൽ കാണാം, എത്ര ഡയമെൻഷനിൽ കാണണം എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. ഒരു സിനിമയും പൈറേറ്റഡ് കോപ്പി എടുത്ത് കാണരുതെന്നുള്ള സംസ്കാരം ഇന്ന് ആ അഗളി സ്കൂളിലെ കുട്ടികൾക്കുണ്ട്. കാര്യം ഒരു പൈറേറ്റഡ് കോപ്പി നിങ്ങൾ സിനിമ എടുത്ത് കാണുമ്പോൾ നിങ്ങൾ ആ ഇൻഡസ്ട്രിയെ കൊല്ലുകയാണ്, ഞാനൊരു ക്രൈം ചെയ്യുകയാണ് എന്നുള്ള ബോധം ആ കുട്ടികൾക്കുണ്ട്. ഈ സിനിമ കാണുമ്പോൾ അത് നിർമ്മിച്ച വ്യക്തിക്ക് 1 രൂപയെങ്കിലും ലീഗലായിട്ട് നിങ്ങൾ കാണുമ്പോഴേ കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ അടുത്ത ഒരു കണ്ടന്റ് അവർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഈ സിനിമയെ ആ ക്വാളിറ്റിയിൽ തന്നെ കാണാനും കേട്ടാലും മാത്രമേ അതിന്റെ പർപ്പസ് സെർവ് ചെയ്യൂ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ സമയമാണ്, അല്ലാതെ നിങ്ങളുടെ പണമല്ല എന്നുള്ളൊരു ബോധത്തിലേക്കാണ് അവസാനം എത്തുന്നത്. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ടൈമാണെന്ന് മനസ്സിലാക്കുന്ന മൊമെന്റിൽ നിങ്ങൾ സിനിമയായി തന്നെ കാണാൻ ശ്രമിക്കും. അതാണ് ആ സ്കൂളിൽ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ചത്. ആ കൾച്ചറാണ് നമുക്ക് വരേണ്ടത്. അത് നമുക്ക് ഈ സ്കൂളിലും ചെയ്യാം. കാര്യം ഇവിടെ ഞങ്ങൾക്ക് തുടങ്ങാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ഈ തിയേറ്റർ ക്ലാസ് റൂം, ഞാൻ ഇന്ന് പ്രിൻസിപ്പലിനോട് സംസാരിക്കുകയായിരുന്നു. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എത്രയോ വലിയ ബിസിനസ്സുകാരുണ്ട്. അവരോട് ആരോടെങ്കിലും പറഞ്ഞു ഒരു ക്ലാസ് റൂം അപ്ഗ്രേഡ് ചെയ്ത് ഒരു തിയേറ്റർ ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അഗളി സ്കൂളിലൊക്കെ ചെയ്യുന്ന അതേ കണ്ടന്റ്സ് നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ എൻട്രൻസിന് കോച്ചിങ്ങിനൊന്നും മറ്റെങ്ങും പോകണ്ട. ഈ ഫിലിം ക്ലബ്ബിൽ തന്നെ ഈ തിയേറ്റർ ക്ലാസ് റൂം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ആ തിയേറ്റർ ക്ലാസ് റൂമിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലും നമുക്ക് തുടങ്ങാം. കാര്യം എനിക്ക് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഇതിലെ ഈ 170 വർഷം ചരിത്രമുള്ള ഒരു സ്കൂളിൽ വന്നിങ്ങനെ അഡ്രസ്സ് ചെയ്യുവാനും 167 വർഷം പഴക്കമുള്ള ഒരു സ്കൂള് കേരളത്തിൽ ഏത് സ്കൂളുണ്ട്? അപ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ അത്രയും ലക്കിയാണ് ഇതുപോലൊരു സ്കൂളിൽ പഠിക്കുവാനും നിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1+1 എന്ന് പറയുമ്പോഴത്തേക്ക് 2 ആണ് സാധാരണ കിട്ടുന്നത്. പക്ഷേ ഈ 1 അടുത്തടുത്ത് നിർത്തുമ്പോൾ 11 ആവും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ നല്ല നല്ല കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസിനെ വളർത്തിയെടുക്കണം. അപ്പോൾ അതൊക്കെ ഡെയിലി നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതായത് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത് പുസ്തകം വായനയും പഠനവും മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കുവാനുണ്ട്. സിലബസ് മാത്രമല്ല, സിലബസിനപ്പുറം എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളൊരു ബോധം വരണം. ആ ബോധം വരണമെന്നുണ്ടെങ്കിൽ അത് സ്വയം വായിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ
ആയുധം കയ്യിലിരിക്കുന്ന ഏത് നിമിഷവും ഉപയോഗിക്കാവുന്ന കാര്യമാണ് വായനാശീലം. ഈ വായനാശീലം ഉള്ളവർക്ക് ഒരിക്കലും ഒരു പരീക്ഷയിലേക്കും തോക്കാൻ പറ്റത്തില്ല. കാര്യം അവരുടെ ക്ലാസ് മിസ്സായാൽ പോലും അവർക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം പരീക്ഷ വിജയിക്കാനുള്ള ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ശീലമാക്കണമെങ്കിൽ ഒരു കാര്യം ശീലമാക്കണമെങ്കിൽ 22 ദിവസം അടുപ്പിച്ച് ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. നിങ്ങൾ 22 ദിവസം അടുപ്പിച്ച് പത്രം വായിച്ചു കഴിഞ്ഞാൽ 23ാമത്തെ ദിവസം നിങ്ങൾ അതിന് അഡിക്ഷൻ ആവും. അത് ആ രീതിയിൽ നമുക്ക് ഈ പത്രവായന ഒരു അഡിക്ഷൻ ആക്കണം. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റു ചില അഡിക്ഷൻസ് ഉണ്ട്. ആ അഡിക്ഷനിലേക്ക് പോകാതെ അതിനാണ് നല്ല നല്ല സുഹൃത്തുക്കൾ വേണമെന്ന് പറയുന്നത്. ഈ ദുശീലങ്ങൾ ഉള്ള സുഹൃത്താണെങ്കിൽ നിങ്ങളും ദുശീലത്തിലേക്ക് ചെന്ന് വിടും. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്ന്, ഞാനൊരു ദുശീലത്തിന് അടിമപ്പെടത്തില്ല, ഞാൻ വായനാശീലം ഡെവലപ്പ് ചെയ്യും, ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ സ്നേഹിക്കും, ഞാൻ എൻ്റെ കരിയർ ഡിസൈന് വേണ്ടി തുടക്കം കുറിക്കും, ഈ സ്കൂളിൽ ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും, കരിയർ ഡിസൈൻ ക്ലബ്ബ് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ഇങ്ങനെയുള്ള വളരെ ഇന്നോവേറ്റീവായിട്ടും ഉള്ള നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി ഞാൻ അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർഷം പാസ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി വരും. ആ സമയത്ത് ഈ കൈ പൊക്കാൻ പറയുമ്പോൾ എത്ര പേര് കൈവക്കും? എല്ലാവരും കൈവക്കും, ശരിയല്ലേ? എങ്കിൽ മാത്രമേ ഞാൻ ഈ സമയം കളഞ്ഞ് ഇവിടം വരെ വന്ന് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. നിങ്ങളൊക്കെ അത് ഇവിടെ ഇരിക്കുന്ന ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെ സ്ട്രൈപ്സ് ഉള്ളവരെല്ലാം ലീഡേഴ്സാണെന്ന് മനസ്സിലായി. ഈ സ്ട്രൈപ്സ് കൂടാതെ ഞങ്ങൾ സ്ട്രൈപ്സ് തരും. നിങ്ങൾ ഈ സ്ട്രൈപ്സ് ഇല്ലാത്ത വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സ്ട്രൈപ്സ് കിട്ടുവാനായിട്ട് വേറെ നമ്മുടെ മറ്റ് ക്ലബ്ബുകളിലൂടെ നിങ്ങൾ ഈ സ്കൂളിൽ മാത്രമല്ല, ഈ സ്കൂളിൽ നിന്ന് തുടക്കം കുറിച്ചാൽ നാളെ കേരളത്തിലെ എല്ലാ സ്കൂളിലും ഈ സിസ്റ്റം വരുമ്പം ആദ്യം തുടങ്ങിയ സ്കൂളിലെ കുട്ടികളായിരിക്കും മറ്റുള്ള സ്കൂൾസിലെ ഗൈഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പം നിങ്ങളുടെ ഷോൾഡേഴ്സിൽ 1, 2, 3, 4 എന്ന് തുടങ്ങി കൂടുതൽ സ്ട്രൈപ്സ് വരണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഈ ലോകത്തില് അച്ഛനും അമ്മയും അല്ലാതെ ഒരാൾ പോലും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി 24 മണിക്കൂറും ശ്രമിക്കത്തില്ല. ആദ്യത്തെ ഉത്തരവാദിത്വം നിങ്ങളിലാണ്. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾ പറയാതെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം അവരെ മെന്ററായിട്ട് തുടങ്ങുക, മറ്റൊരു മെന്ററിനെ കണ്ടെത്തുക, പാരലായിട്ട്. കാര്യം ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ യാത്രയുടെ ഈ പഠനത്തിൻ്റെയൊക്കെ അവസാനം ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാതെ 12ാം ക്ലാസ് കഴിയുമ്പം എൻട്രൻസ് എഴുതാൻ നേരം ആലോചിക്കുന്നത് ഞാൻ എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ എന്ന് അന്നേരമാണ് ആലോചിക്കുന്നത്. ഇനി എൻട്രൻസ് കിട്ടിയാൽ മാർക്ക് അനുസരിച്ചിട്ടാണ് മെക്കാനിക്കലാണോ ഇലക്ട്രിക്കലാണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ എനിക്കതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഈ ഡോക്ടർ ആവുന്നതിനകത്ത് 98% പേരും ഡോക്ടർ ആവാനുള്ള ഒരു ടാലന്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അവർ മാർക്ക് വെച്ചിട്ട് ഡോക്ടർ ആവും. അങ്ങനെ ആവേണ്ട ഒരു പ്രൊഫഷൻ അല്ല ഡോക്ടർ ആവേണ്ടത്. ആ ബാക്കി 98 പേരും മറ്റേതൊക്കെയോ മേഖലയിൽ കഴിവുള്ളവരായിരുന്നു. ആ കഴിവ് എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമം വേണം. അത് പുസ്തകം വായിച്ചാൽ, നമ്മുടെ പാഠ്യപദ്ധതിയിലുള്ള ഈ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് കിട്ടില്ല. അത് കണ്ടെത്തുവാൻ വേണ്ടി വായനാശീലമുള്ളവർക്ക് വളരെ ഈസിയാണ് ആക്ച്വലി കണ്ടെത്താൻ. ഇന്ന് ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ചാറ്റ് GPT ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇൻഫർമേഷനും ഓൺ ദ സ്പോട്ട് കിട്ടും. നിങ്ങളുടെ കരിയർ ഡിസൈൻ ചെയ്യാൻ ഒരു കമാൻഡ് കൊടുത്താൽ മതി, ഓൺ ദ സ്പോട്ട് അത് സിലബസ് തരും, അതിനുള്ള കണ്ടന്റ് തരും. ഈ വായനാശീലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാം. ഇന്ന് ഓഡിയോ ഫോർമാറ്റ്സ് വരുന്നുണ്ട്. ഈ ഓഡിയോ ഫോർമാറ്റ് ആണെങ്കിലും വീഡിയോ ഫോർമാറ്റ് ഒക്കെയാണ് വളരെ ഫാസ്റ്റ് ആണ്. നമുക്ക് വീഡിയോ ഒക്കെ വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് ഫിലിം ക്ലബ്ബിന് ഉള്ള ഇമ്പോർട്ടൻസ്. ഇനി എത്ര ഫാസ്റ്ററാണ്, എത്ര എഫക്റ്റീവാണ് വീഡിയോ എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് വായനാശീലം ഇല്ലെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് പലപ്പോഴും ബാധിക്കും. പലപ്പോഴും വായിച്ചെടുക്കാൻ പറ്റാതെ നിങ്ങൾ കിടന്ന്, കാര്യം എല്ലായിടവും വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയി വരുന്നില്ല. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള അക്ഷരങ്ങളോടുള്ള സ്നേഹം ഉയരാൻ ഈ പത്രവായനയിലൂടെ സാധ്യമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ നിങ്ങൾ പ്രൂവ് ചെയ്യണം. കേരളത്തിലെ സ്കൂളുകളിലെ ഏറ്റവും കൂടുതൽ വായനാശീലം ഉള്ള പത്രം വായിക്കുന്നവർ നിങ്ങളുടെ സ്കൂളിലുള്ളവരാണ്. ഇവിടുത്തെ 3000 കുട്ടികളുണ്ടെങ്കിൽ 3000 കുട്ടികളും പത്രവായന ശീലമാക്കിയവരാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു ദിനത്തിനായി നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.